നമസ്തേ. രാമായണ മാസം വരികയാണല്ലോ. രാമായണത്തെ ഒരു മതത്തിൽ കൂട്ടിക്കെട്ടാതെ അതൊരു സാഹിത്യ സൃഷ്ടി എന്ന നിലയിൽ വായിക്കുമ്പോഴാണ് അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് വായിക്കാൻ നമുക്ക് കഴിയുക. പാശ്ചാത്യ കഥാ ലോകത്തെ അത്ഭുതകരമായ ഭാവനാ സൃഷ്ടികളെക്കുറിച്ച് വാചാലരാവുന്ന നമ്മൾ രാമായണത്തിലെ അതിമനോഹരമായ കഥകൾ ആ രീതിയിൽ വായിക്കുമ്പോൾ എന്തൊരു സുഖമാണെന്നോ. അതിമനോഹരമായ ഈ സാഹിത്യ സൃഷ്ടിയിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്കുകളുടെ സമ്പത്ത് നമ്മളെ ഏറ്റവും നല്ല ഭാഷാ പണ്ഡിതയാക്കി മാറ്റും, അല്ലെങ്കിൽ പണ്ഡിതരാക്കി മാറ്റും. ഭക്തിയോടെ നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ അതങ്ങനെ, അതല്ല ഒരു സാഹിത്യ സൃഷ്ടി മനസ്സിലാക്കാൻ വായിക്കുന്നുവെങ്കിൽ അതങ്ങനെ. തീർച്ചയായും ഏതൊരു മലയാളിയും നമ്മുടെ ഭാഷാപിതാവിൻ്റെ ഈ കിളിപ്പാട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും അതിലെ വാക്കുകളുടെ ഈ അനുസ്യൂതം ഒഴുകുന്ന പ്രവാഹത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുക തന്നെ വേണം എന്നാണ് എൻ്റെ ഭാഷ്യം. ആദിത്യഹൃദയ സ്തോത്രമുണ്ട് രാമായണത്തിൽ. അത് നമ്മളെ പഠിപ്പിക്കുന്നത് സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ തേ നമ, നിഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ, സ്ഥാവര ജംഗമാചാര്യായ തേ നമ, ദേവായ വിശ്വൈക സാക്ഷിണേ തേ നമ, സത്യപ്രധാനായ തത്വായ തേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. അന്ധകാരത്തെ നീക്കി നമ്മുടെയൊക്കെ മനസ്സിലൊരു വെളിച്ചം വീശാനാണ്. സന്താപം എന്നുള്ളത്, ദുഃഖം എന്നുള്ളത് അവനവൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മറ്റുള്ളവരെ നമ്മുടെ ഒരു കളിപ്പാട്ടമായി, നമ്മുടെ ഇമോഷൻസിൻ്റെ ഒരു കളിപ്പാട്ടമായി നാം കാണരുത്. നമ്മുടെ സന്താപത്തെ, നമ്മുടെ സന്തോഷത്തെ ഒക്കെ നിയന്ത്രിക്കാനും മുന്നോട്ട് നടക്കാനും ഉള്ള ഒരു ഉപദേശം. ആരാണ് ശത്രു എന്ന് പോലും രാമായണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കകത്താണ് നമ്മുടെ ശത്രു. വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. മിണ്ടിയാൽ പോയി സൂയിസൈഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ കാലം. എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്ന് നാം ചിന്തിക്കേണ്ടുന്ന സമയം. ഇത്തരം മഹത് സൃഷ്ടികൾ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാനും അദ്വൈതം എന്നും പഠിപ്പിക്കുന്നു. ഏതൊരു സൃഷ്ടിയിലെയും നന്മയെടുക്കാനും അതിൻ്റെ പുറകെ അന്ധമായ വിശ്വാസങ്ങളോടെ നീങ്ങാതെ അതിനകത്തുള്ള ആത്മീയമായ സന്ദേശം എന്തെന്ന് മനസ്സിലാക്കാനും ജീവിതത്തെ മനോഹരമായി മൗൾഡ് ചെയ്യാനും നമ്മൾ പഠിപ്പിക്കണം. എല്ലാവർക്കും ആ രീതിയിലുള്ള ഒരു രാമായണ വായന ആശംസിച്ചുകൊണ്ട് ശുഭദിനം.